ലൈംഗിക പീഡന വെളിപ്പെടുത്തലുകളിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിൽ ഉറച്ച ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം അറിയിക്കാൻ ഹൈക്കമാൻഡ് KPCCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും രാജി സംബന്ധിച്ച കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം KPCC അന്തിമ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചേക്കും. പക്ഷേ രാജിക്ക് പിന്നാലെ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ദേശീയ നേതൃത്വമുള്ളത്. സിബി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സിബി, ഏതായാലും രാഹുലിന്റെ രാജി വേണ്ട ഒരു തീരുമാനത്തിലേക്ക് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എത്തി നിൽക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ആ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ ഭീതി തന്നെയാണ്. ഒരു തരത്തിലും കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം കോൺഗ്രസിലെ നേതാക്കൾക്ക് തന്നെയുണ്ട്. പക്ഷേ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ രാഹുലിന്റെ രാജി എന്ന ആവേശത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ഭിന്നത ഇപ്പോഴുമുണ്ട്. എന്തായാലും ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി ഓൺലൈനായി ചർച്ച ചേരാനിരിക്കുകയാണ്. ആ ചർച്ചയുടെ ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡിനെ വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കണമെന്ന് ഇന്നലെ തന്നെ ഹൈക്കമാൻഡ് KPCCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ തീരുമാനം എന്ത് തന്നെയായാലും പൊതുവികാരത്തിനൊപ്പം നിൽക്കാനാണ് AICCയുടെ നിലപാട് എന്ന് ഇന്നലെ തന്നെ AICC നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, ഇന്നലെ മുസ്ലിം ലീഗ് നേതൃത്വം അത് നേരിട്ട് തന്നെ ദേശീയ നേതൃത്വത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഗുരുതര ആരോപണങ്ങളാണ്. രാജിയല്ലാതെ മറ്റൊരാവശ്യവും ലീഗും മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇനി മുന്നോട്ടുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻ വരാനിരിക്കുകയാണ്, നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുകയാണ്. അപ്പോൾ പല പഞ്ചായത്തുകളിലും കോൺഗ്രസും ലീഗും തമ്മിൽ സീറ്റ് ധാരണയൊക്കെ ഇതിനോടകം തന്നെ ആയിട്ടുണ്ട്. അതിനെയൊക്കെ വെട്ടിലാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതിരോധം, തലവേദന കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. AICC നേതൃത്വത്തിൻ്റെ നിലപാട് ഏത് രീതിയിലായിരിക്കും? ദേശീയ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്തുതരം നിലപാടായിരിക്കും കൈക്കൊള്ളുക? വിനീഷ, തീർച്ചയായും ഇതിൽ കോൺഗ്രസിൻ്റെ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് വളരെ വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് പറയാം. കാരണം ഇന്നലെ ലീഗിൻ്റെ ഈ ഒരു പരിപാടിയിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പങ്കെടുക്കേണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി ഏറ്റവും അവസാനം ഈ പരിപാടിയിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് അവർക്ക് മറുപടി നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ പരിപാടിയിൽ പോലും പങ്കെടുക്കാതെ അവർക്ക് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കണം എന്ന നിലപാടിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നിപ്പോൾ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എന്ത് നിലപാടാണ് എടുക്കുന്നത് KPCC നടക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കണമെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പറയുന്ന വാക്കുകളിൽ കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി അത് കൃത്യമായി വേണമെന്നുള്ളൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വലിയ പ്രതിസന്ധി ഉള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമ്പോൾ ഇനിയിപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നൊരു ഭയം, ഒരു ആശങ്ക കോൺഗ്രസിനുണ്ട്. കാരണം ഈ ഒരു മന്ത്രിസഭ ഒരു വർഷമെങ്കിലും പൂർത്തിയായി, അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും കാലാവധി ബാക്കി നിൽക്കുക മാത്രമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാവൂ എന്നുള്ളൊരു ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 151A പ്രകാരം ഉണ്ടെങ്കിൽ പോലും മറ്റു പല കേസുകളിലും ഈ ഒരു വർഷം പോലും കാലാവധി ഇല്ലാതിരിക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഹരിയാനയിലെ കർണാൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെയും നേരത്തെ ഹരിയാന പഞ്ചാബ് ഹൈക്കോടതി വിധികളുടെയും അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത ചില നിലപാടുകളുടെയും ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ഒരു വർഷം മന്ത്രിസഭയ്ക്ക് കാലാവധി ഇല്ലെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാമെന്നുള്ളൊരു ചില നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വളരെ വലിയ തലവേദനയാണ്. കാരണം ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാടിൽ ഇനി വിജയിക്കാൻ കഴിയുമോ? അത് മാത്രമല്ല ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനും നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നു. ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇത് ഒരു വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇപ്പോൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ പാലക്കാടും നിലമ്പൂരൊക്കെ ഉണ്ടായ ഒരു വിജയം, ആ വിജയത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും നേടാനുള്ളൊരു ഒരുക്കത്തിലായിരുന്നു UDF. എന്നാൽ ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം വളരെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന പദവി രാജിവെക്കുമ്പോഴും സംസ്ഥാനത്തെ പാർട്ടി പദവി രാജിവെക്കുമ്പോഴും രാഹുൽ പറഞ്ഞത് താൻ സ്വയം രാജിവെച്ചാണ്, തന്നോട് പാർട്ടി നേതൃത്വം രാജിവെക്കാൻ
ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. അതും വലിയ വിട്ടിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസിന്. ഇത്രയും വലിയ ആരോപണം വരുന്നിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. മറിച്ച് താൻ സ്വയം രാജിവെച്ചതാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇന്നലെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള, ഈ ആരോപണങ്ങൾ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. അത്തരത്തിലെല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ വി ഡി സതീശനും ഷാഫി പറമ്പിലൊക്കെ തീർത്ത ഒരു വലിയ കവചവും പ്രതിരോധവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനും വയ്യാത്ത, അല്ലെങ്കിൽ അവരും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയതോടെയാണ് വി ഡി സതീശനാണെങ്കിലും ഇപ്പോൾ രാജി വേണമെന്നൊരു അവസ്ഥ മുന്നിട്ട് നിൽക്കുന്നത്. മാത്രമല്ല പാർട്ടിയിലെ പ്രമുഖരായ വരുന്ന നേതാക്കൾ, പ്രത്യേകിച്ച് ഈ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള പല നേതാക്കളും, കൂടാതെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെയും ഈ രാജി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ രാജി വെച്ചില്ലെങ്കിൽ അത് പാർട്ടിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. പക്ഷേ രാജി വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും ആശങ്കയും കോൺഗ്രസിനുണ്ട്. ശരിക്കും വിട്ടിലായി കോൺഗ്രസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ദേശീയ നേതൃത്വം ഇവിടെ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തുടരെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനിയും അത് കൂടുതൽ പഴിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പുറത്താക്കുമെന്നുള്ള നിലപാടിലേക്കാണ് എത്തുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും വി ഡി സതീശനും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലൊക്കെ ശ്രമിക്കുന്നത് ഈ MLA സ്ഥാനം രാജിവെക്കാതെ പാർലമെൻ്ററി പാർട്ടി അംഗത്വം, ആ അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മതി എന്ന രീതിയിൽ ഇത്തരത്തിലൊരു സംരക്ഷണ കവചം കൂടി ഒരുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ രാഷ്ട്രീയ സമിതിയിൽ ഇത് വിശദമായി ചർച്ച ചെയ്യുകയും ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. ഒന്നുകിൽ MLA സ്ഥാനം രാജിവെക്കുക, അതല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുക എന്ന രീതിയിലേക്കായിരിക്കും തീരുമാനം പോവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ എന്തായാലും ഇത് കോൺഗ്രസിന് വളരെ വലിയ തലവേദനയായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഓരോ ദിവസങ്ങളിലും ദിനം പ്രതി നിരവധി ആരോപണം വരുന്നു. ആരോപണം മാത്രമല്ല, കൃത്യമായ തെളിവുകൾ വരുന്നു. അതും കോൺഗ്രസുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വനിതാ നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നൊരു പശ്ചാത്തലമുണ്ടാകുന്നു. ഇതെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ വലിയ ആശങ്ക പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ രാഹുലിൻ്റെ ഈ ഒരു രാജി നീണ്ടു പോകുന്ന അനുസരിച്ച് പാർട്ടി വീണ്ടും പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഒരു വരവ് എന്ന് പറയുന്നത് ഒരു താഴെത്തട്ടിൽ നിന്നും ഒരു വലിയ സമരം നയിച്ച് വന്ന ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ സ്ഥാനമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അടുപ്പിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ശേഷം അദ്ദേഹത്തിന് ആരോഗ്യപരമായി പ്രശ്നമുണ്ടാകുകയും പിന്നീട് വി ഡി സതീശൻ്റെ ഒരു അപ്രമാദിത്വം കോൺഗ്രസിലേക്ക് വരുമ്പോഴാണ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ്റെ ഒപ്പം തന്നെ ഷാഫി പറമ്പിലും ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു നേതാവിനെ പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴിയും ചാനൽ ചർച്ചകൾ വഴിയും എല്ലാം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്യുന്നു. ഈ അധ്യക്ഷനായി മാറുമ്പോൾ തന്നെ നമുക്കറിയാം, അന്ന് തെരഞ്ഞെടുപ്പിലൂടെ നടക്കുമ്പോൾ അന്ന് അത് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വലിയ പ്രശ്നം. ഇത്തരത്തിൽ സംരക്ഷിച്ച് നിർത്തിയവരെയെല്ലാം തള്ളി പറയുന്ന ഒരു നിലപാട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈക്കൊണ്ട കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു. സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ ഇപ്പോഴും പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർട്ട് സിമ്പിളൊക്കെ ഇട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട വരികൾ നമുക്കൊന്നുകൂടെ പറയാം. സ്തുതി പാടിയവർ വിമർശകരായി. നേരത്തെ സിബി പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച? ഒരു പവർ ഗ്രൂപ്പായി കോൺഗ്രസിനുള്ളിൽ ആരും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വളർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ സ്തുതി പാടിയവർ ഇപ്പോൾ വിമർശകരായി പിറകിൽ നിന്ന് കുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നലെ രാഹുൽ ഗാന്ധിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ കേരളത്തിൽ നിന്നാരും ഇനി സംരക്ഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംരക്ഷണം താൻ പ്രതീക്ഷിക്കുന്നില്ല. AICC നേതൃത്വത്തിൽ നിന്ന്, ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് തനിക്കൊരു സംരക്ഷണ കവചം ഉണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. അതാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്? വിനീഷ, തീർച്ചയായും അങ്ങനെ വായിച്ചെടുക്കണം. അതിനപ്പുറമായിട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാനം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ മുഖം കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ വോട്ട് അധികാര യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബീഹാറിലൂടെ യാത്ര ചെയ്യുകയാണ്. നരേന്ദ്രമോദി സർക്കാരിനെയും BJP സർക്കാരിനെയും താഴെ ഇറക്കാൻ വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന രാഹുൽ ഗാന്ധിക്ക് സമാനമാണ് താനെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ അതിലും വലിയൊരു അപമാനം, അല്ലെങ്കിൽ അതിലും വലിയൊരു നാണക്കേട് കോൺഗ്രസിന് ഇനി വരാനില്ല, അല്ലെങ്കിൽ അത്രയും വലിയ നാണക്കേട് നൽകാനില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും.
പോലും. കാരണം തന്നെ പോലെ തന്നെ ഒരു രാഹുൽ താനും ഒരു രക്തസാക്ഷിയാണ് ഈ ഒരു പാർട്ടിയിൽ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഇതിനെല്ലാം നിലയും അല്ലെങ്കിൽ ഇതിനെല്ലാം നിലയും ന്യായീകരിക്കുന്ന ഒരു നിലപാട് അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. അവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ കോട്ടുവഴി ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പേജിലൂടെ പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായും അത് തന്നെ കോൺഗ്രസിന് വലിയ നാണക്കേടായും തിരിച്ചടിയായും അപമാനവുമായി മാറുന്നു. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം അപമാനിക്ക് തുല്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് ആദ്യം മുതലേ വെച്ചത്. പക്ഷേ അപ്പോഴും VD സതീശന് അവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള നിലപാടായിരുന്നു ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചത്. കാരണം ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഉയർന്നു വരുമ്പോഴും KPCCയുടെ വൈസ് പ്രസിഡന്റ് ഉയർന്നു വരുമ്പോഴൊക്കെ തന്നെ നമുക്കറിയാവുന്ന AI ഗ്രൂപ്പുകൾക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു സമയത്താണ് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരുന്നത്. അദ്ദേഹം സ്വയം ലീഡറാവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവിടെയൊക്കെ ഈ കോൺഗ്രസിനുള്ളിലെ വളരെ വലിയ ഈ ഗ്രൂപ്പിസത്തിന് അതീതമായി VD സതീശൻ അവിടെ ഒരു അപ്രമാദിത്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷാഫി പറമ്പലിനെയും അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ തന്നെ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ അവസാനം ഇത് ഷാഫി പറമ്പിലും VD സതീശനും പാർട്ടികളിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.